ഇതിവിടെ നമ്മൾ ആണി ഇടിച്ചു കൊടുത്തിട്ടൊന്നുമല്ല ഇതിന്റെ സ്ട്രെങ്ത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതെ, അങ്ങനെ തന്നെയല്ലേ. 45 രൂപയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന്. ഓ ശരി. എന്തുകൊണ്ട് എക്സ്റ്റീരിയർ ചെയ്ത ജിപ്സത്തിന് പ്രശ്നം വരുന്നില്ല? ഇവിടെയൊക്കെ ഡയറക്റ്റ് വാട്ടർ, ഇത് ഡയറക്റ്റ് വാട്ടർ ഫ്ലോ വരുന്ന ഓപ്പൺ ഏരിയ ആണ്. നേരെ ഒലിച്ചിറങ്ങും. അവിടെയും നമ്മൾ ജിപ്സം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓ ശരി ശരി. ഇതിന്റെ സ്ട്രെങ്തില് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. സ്ട്രെങ്ത് ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. കാരണം ഇത് നമസ്കാരം, നമ്മുടെ സംപ്രീതം വീടിന്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിന്റെ പ്ലാസ്റ്ററിങ്, ഞാൻ പറയുന്നത് പ്ലാസ്റ്ററിങ് സ്റ്റേജിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്ററിങ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന ജിപ്സമാണ്, പ്രധാനമായിട്ടും ജംപ്ലാസ്റ്റ് എക്സ്റ്റീരിയറും ഇന്റീരിയറും ചെയ്തിരിക്കുന്ന അവർ തന്നെയാണ്. പല ആൾക്കാരും ചോദിച്ചായിരുന്നു എക്സ്റ്റീരിയർ ആയിട്ട് നമ്മൾ ജിപ്സം ചെയ്യുമ്പോഴത്തേക്ക് അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഈ സംപ്രീതത്തിൽ തന്നെ അത് ചെയ്ത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊരു സംഗതിയാണ് നമ്മൾ ഇതിനകത്ത് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാൻ അജയ് ശങ്കർ, ഹവാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഇപ്പോൾ സുഭാഷ് ചേട്ടനുണ്ട്. സുഭാഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, വീട് പണിയൊന്നും മാത്രമായി അതൊക്കെ? വീട് പണിയൊന്നും ആയിട്ടില്ലേ? അതിങ്ങനെ കുറച്ചായാലോ? അല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100% ആക്കാൻ പറ്റില്ലെങ്കിലും ഒരു 90% എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാനുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റല്ല അവിടെ എല്ലതും. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. കണ്ണൂര് തളിപ്പറമ്പിലാണ്, അത് നമ്മളെ സെപ്പറേറ്റ് കാണിച്ചു തരാം. അത് അന്നേരത്തേക്ക് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഇവിടെ സുഭാഷ് ചേട്ടാ, നമ്മൾ ജിപ്സം ചെയ്യുന്ന സമയത്ത് ഇന്നും ജിപ്സത്തെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് സംശയദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. അത് പ്രധാനമായിട്ടും പല ആൾക്കാരും, നമുക്ക് അത് തന്നെ ആദ്യം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം. പലരും ജിപ്സം ചെയ്തിട്ട് ആണി അടിച്ചു കൊടുക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇതിവിടെ നമ്മൾ ആണി അടിച്ചു കൊടുത്തിട്ടൊന്നുമല്ല ഇതിന്റെ സ്ട്രെങ്ത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെയല്ലേ. നമ്മളിവിടെ ഇന്ത്യയിൽ എന്ത് സാധനത്തിനാണെങ്കിലും അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് ആണി കയറിപ്പോവും. പിന്നെ ജിപ്സത്തെ സംബന്ധിച്ച് നമ്മൾ ജിപ്സ് അല്ല സിമെന്റ് ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും പ്ലാസ്റ്ററിങ്ങിന്റെ മുകളിലല്ല നമ്മൾ ഒരിക്കലും ആണി നിർത്തേണ്ടത്. ആണി എപ്പോഴും കല്ലിലോട്ട് കയറ്റിയാണ് നിർത്തുക. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആണി അടിക്കുന്നതൊന്നും ഇതിനകത്തൊരു മാറ്ററേ അല്ല. പലരും ഇത് ആണി അടിച്ചും അതുപോലെ ജിപ്സത്തിൽ അടിച്ചും ഒക്കെ കാണിച്ച്, അത് ഏത് ജിപ്സ് ആണെങ്കിലും ജിപ്സംന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതൊരു ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കുന്ന മെറ്റീരിയലാണ്. ഇപ്പൊ നമ്മൾ ബോർഡിന് എടുക്കുന്ന പൗഡർ ആണെങ്കിലും ശരി, എന്തിനാണെങ്കിലും ശരി, അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ നമ്മളൊരു ജിപ്സം ബോർഡ് എടുത്തിട്ട് ആ ജിപ്സം ബോർഡിന്റെ അടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ സാധനം കുഴിഞ്ഞു പോവുകയും ചെയ്യും. ചതയേ ചെയ്യുള്ളൂ, ഒരിക്കലും അത് പൊട്ടില്ല. അതാണ് ജിപ്സത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിന് ക്രാക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതുപോലെ ജോയിന്റ് ഫ്രീ ആയിരിക്കും എന്നൊക്കെയുള്ള സർട്ടിഫൈ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതല്ല ജിപ്സത്തിന്റെ പ്രത്യേകത. ഇതിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. കഴിഞ്ഞ 2 വർഷവും 6 മാസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ജംപ്ലാസ്റ്റ് ജിപ്സം തന്നെയാണ്. ഇന്നും പലരും അവിടെ വന്ന് കാണാറുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു സർഫസിൻ്റെ ആ ഒരു മിനുസം ഇവിടെ പൂർത്തിയായിട്ടില്ല. ഇത് ഞങ്ങൾ എന്താ പറയുക, ഇനി ഒരു ഇതൂടെ വരാനുണ്ട്, അതിനായിട്ട് നിർത്തിയത്. പക്ഷേ എന്നാൽ പോലും പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു സർഫസിൻ്റെ ആ ഒരു അൻഡുലേഷൻ്റെ പ്രശ്നങ്ങൾ അത് ഒഴിവാക്കി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ തണുപ്പുള്ളിൽ നിർത്തുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇവിടെ നമ്മൾ എംബ്രിക്കാണ്, എൻ്റെ വീട്ടിൽ എംബ്രിക്കാണ്. തണുപ്പിനെ നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത? ഇനി ചേട്ടൻ തുടരും, ഞാൻ അവിടെ നിന്ന് ബ്രേക്ക് എടുത്തതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിനകത്ത് ജിപ്സം ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കാര്യം, ഇന്ന് ഒരുപാട് കാറ്റഗറി മെറ്റീരിയൽ ഉണ്ട്. അത് ബേസിക്കലി 4 കാറ്റഗറി. ഞാൻ നമ്മളൊരു 3-4 വർഷം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ടൈപ്പ് ജിപ്സം ഉണ്ട് എന്നുള്ളത്. അതെ. അപ്പോൾ ജിപ്സം നമ്മൾ ഉപയോഗിക്കേണ്ട, പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യേണ്ട ജിപ്സം ഉണ്ട്. ആ ജിപ്സം എടുത്തിട്ട് വേണം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അല്ലാതെ ബോർഡിന് എടുക്കുന്ന വെയ്റ്റ്ലെസ് മെറ്റീരിയൽ ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മോയ്സ്ചർ അടിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഉണ്ടാവും. ചിലപ്പോൾ വെള്ളം തട്ടി കഴിഞ്ഞാൽ അത് പീൽ ഓഫ് ആയിട്ട് പെട്ടെന്ന് തന്നെ പോരും, ചിലപ്പോൾ അടർന്നു പോരും. ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോസിന്റെ അടിയിൽ പലരും കൊടുത്തിട്ട് ഈ സീലിംഗ് ഒക്കെ അടർന്നു പോന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടാം. നമ്മൾ അവിടെ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്? അപ്പോ അവർക്ക് അതിന് ഉത്തരമില്ല. ഓക്കെ. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഞങ്ങൾ ഒരു റേറ്റ് പറയുന്ന സമയത്ത് നമ്മൾക്കിപ്പോ പല ആൾക്കാരും വിളിക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കൂടുതലാണ്. അതെ, ഞങ്ങൾക്ക് റേറ്റ് കൂടുതലാണ്. ഇപ്പൊ എത്രയാണ് നമ്മൾ വാങ്ങിക്കണം? ഇനി ഇടയ്ക്കൂടെ ചോദിച്ചേക്കാം. 45 രൂപയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന്. ഓ ശരി. അത് ഒരു ഫിക്സഡ് റേറ്റ് അല്ല. ഓക്കെ.
ഇപ്പോൾ പല സൈറ്റിലും നമുക്ക് 73 രൂപയ്ക്ക് വരെ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. തിക്നെസ് അൻഡുലേഷൻസ് വരുമ്പോൾ തിക്നെസ് കയറും. നോർമൽ തിക്നെസ് എത്രയാണ് നമ്മൾ 8 to 12 mm ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് പ്ലാസ്റ്ററിംഗ് തിക്നെസ് എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ടോപ്പ് ടു ബോട്ടം നമ്മൾ തൂക്ക് പിടിക്കുന്ന സമയത്ത് വരുന്ന വേരിയേഷൻ. റേറ്റ് നമ്മൾ ഇഷ്ടം പോലെ എൻക്വയറീസ് വരിക. ഫസ്റ്റ് ചോദ്യം ഇതാണ്, എത്ര നിങ്ങളെ റേറ്റ് വരുന്നത്? അവരുടെ കെട്ട് എങ്ങനെയാന്നുള്ളത് ആരും നോക്കാറില്ല. അപ്പൊ എടുത്ത ഞങ്ങൾക്ക് ഇങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നു. അത് നിങ്ങളുടെയാണ് ചോയ്സ്. നിങ്ങൾക്ക് നല്ലത് വേണോ അല്ല ഇപ്പൊ തൽക്കാലത്തിന് ചെയ്തു പോകുന്ന ഒരു സംഗതി വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതാ അവരുടെ ചോയ്സാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇലക്ട്രിക്കൽ ഇട്ട സമയത്ത് ചേട്ടനോട് എൻ്റെ വീട് ചെയ്ത സമയത്തും ചോദിച്ചായിരുന്നു, ഈ സമയത്തും ചോദിച്ചിരുന്നു. നമ്മളിത് ഏത് സമയത്താണ്, അതായത് ഇതുപോലുള്ള ബോക്സസ് ഒക്കെ ചെയ്തതിന് ശേഷമാണോ ജിപ്സം ചെയ്യുക? കറക്റ്റായിട്ട് ബോക്സ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് ഇപ്പൊ ഇവിടെയൊക്കെ ബോക്സ് വെച്ചിട്ടുള്ള ഭാഗത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബോക്സ് ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് അങ്ങനെ നിർത്താനേ പറ്റുള്ളൂ. അവിടെ പിന്നെ കട്ട് ചെയ്തിട്ട് ഏത് രീതിയിലാണോ ബോക്സ് കണ്ടത് അപ്പൊ അവിടെ ഞങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഫിനിഷിംഗ് വർക്ക് വീണ്ടും നമ്മൾ വരേണ്ടി വരും. ഇതാകുമ്പോൾ വീണ്ടും വരേണ്ടി വരും എന്നുള്ളതല്ല, എന്താ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്യേണ്ട ഫിനിഷിംഗ് വർക്കിന് നമുക്ക് അവിടെ അത്രയും ടൈം പീരീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഒരു 5000 സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്ററിംഗ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ ഫിനിഷിംഗ് വർക്ക് നമുക്ക് ഈസിലി ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ആദ്യം തന്നെ എവിടെയെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ കട്ട് ചെയ്തിട്ട് ഇടാനൊക്കെ പറയും. പക്ഷേ ഇലക്ട്രിക്കലിൻ്റെ ബാക്കിയുള്ളത് അവരതിന് ശേഷമായിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്യുക. അവിടെ വേറൊരു പോയിന്റ് ഇടണമെന്ന് പറയും. ചില വീടുകളിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ തലശ്ശേരിക്കടുത്ത് ഞങ്ങളൊരു വീട് ചെയ്തു. എല്ലാ റൂമിലും ഇന്റീരിയറിന് വേണ്ടിയിട്ട് നിരത്തി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത് റിപ്പയർ ചെയ്യുന്നതിന് വീണ്ടും എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഇത് നമ്മുടെ കിച്ചൺ ഏരിയ ആണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ആ ഡാഡോ ടൈൽസ് ഒട്ടിക്കാനുള്ള ഏരിയ മാത്രമല്ല ഇവിടെ വിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് കഴിഞ്ഞിട്ട് ആ ടൈൽ ഒട്ടിക്കുന്ന ഏരിയ മാത്രം. ഇവിടെയും ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനായിട്ടുള്ളത്, നമ്മൾ അകത്ത് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്ന രീതി നമ്മൾ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ എഡ്ജ് പൊട്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഈ എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ ജിപ്സം തന്നെ എക്സ്റ്റീരിയർ ചെയ്യാൻ നമ്മൾ 2-3 വീഡിയോസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുന്നേ വടക്കേക്കാടുള്ള ഒരു സൈറ്റ് എക്സ്റ്റീരിയർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സ്റ്റീരിയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ എപ്പോഴും നമ്മൾ പറയുന്ന ജിപ്സം വെള്ളം വീണാൽ പ്രോബ്ലംസ് വരും. സുഭാഷ് ചേട്ടനും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് എക്സ്റ്റീരിയർ ചെയ്ത ജിപ്സത്തിന് പ്രശ്നം വരുന്നില്ല? അല്ലെ അതെങ്ങനെയാണ് എക്സ്റ്റീരിയർ ജിപ്സം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പ്രോബ്ലം വരാത്തത് എങ്ങനെയാണ്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്സത്തിന് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, എല്ലാ ജിപ്സവും എക്സ്റ്റീരിയർ ചെയ്യാൻ സാധിക്കില്ല. ഇല്ല, ഇത് എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റുന്നതാണോ? പറ്റും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ പുറത്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത്രയും കഴിഞ്ഞു, ഏതാണ്ട് ഇപ്പൊ ഒരു 4 മാസത്തിന്റെ ഇഷ്ടം പോലെ മഴ പെയ്തു. ഒരുപാട് പെയ്തു. നല്ല വൃത്തിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. അതേസമയം ഞങ്ങൾ മുന്നേ ചെയ്യുന്നുണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നേ ചെയ്യുന്നുണ്ടായിരുന്ന രീതി ഇങ്ങനെയല്ലായിരുന്നു. അതിന് വീണ്ടും ഇന്ന് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാലാനുസൃതമായിട്ട് മെറ്റീരിയലിന് അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പുറത്ത് നമുക്ക് ഇപ്പോൾ മറ്റേത് നമുക്ക് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കോട്ടിങ് കാര്യങ്ങൾ സപ്പോർട്ടിങ് മെറ്റീരിയൽസ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. അതായത് ഇവിടെ ഇത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. ഇതിനകത്ത് ഡയറക്റ്റ് വാട്ടർ ഫ്ലോ വരുന്നില്ല. അതേസമയം ഇവിടെ ഒക്കെ ഡയറക്റ്റ് വാട്ടർ ഫ്ലോ വരുന്ന ഓപ്പൺ ഏരിയ ആണ്. നേരെ ഒലിച്ചിറങ്ങും. അവിടെയും നമ്മൾ ജിപ്സം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ 2 പ്രതലം കൂടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിനിഷിങ്ങിനുള്ള ഒരു മാറ്റമുണ്ട്. ഫിനിഷിംഗ് മാത്രമല്ല, ടച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. ഇപ്പോൾ ഭയങ്കര ഫൈൻഡ് ആയിട്ടുള്ള പൗഡേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ റഫാവും. അപ്പോൾ അതിനെന്താണ് അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ജിപ്സം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സെയിം മെറ്റീരിയലിനെ തന്നെ ട്രീറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് അതിലാ സ്ട്രക്ചറിൽ തന്നെ അത് കാണാനും ഉണ്ടല്ലേ? അതെ. ഇതിനകത്ത് വേറെ മിക്സിങ് വരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുകളിൽ കൊടുക്കുന്ന സപ്പോർട്ടിങ് മെറ്റീരിയൽസിന് കറക്റ്റായിട്ട് ബോണ്ടിങ് കിട്ടണം. ഇപ്പോൾ പുട്ടിയാണെങ്കിൽ കൂടി ഇതൊരു പുട്ടി ഫിനിഷ് ആണ് വരുന്നത്. അതേസമയം ഇത് ജിപ്സം പൗഡർ ഫിനിഷ് തന്നെയാണ്. ഇതിനകത്ത് റഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സർഫസിന് ഒന്നും കൂടി ബോണ്ടിങ് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിങ് മെറ്റീരിയൽസ്. ഇനി ഇതിന്റെ മുകളിലേക്ക് നേരെ പ്രൈമറും പെയിന്റും ചെയ്താൽ മതി. വേറെ വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ
ഇതിന്റെ മുകളിൽ ആവശ്യമില്ല. ഓ ഓക്കെ ഓക്കെ ശരി. നമ്മൾ വാട്ടർ പ്രൂഫും കാര്യങ്ങളും ചെയ്തിട്ടല്ല മെറ്റീരിയലിനെ ട്രീറ്റ് ചെയ്ത് നടത്തുന്നത്. ശരി ശരി, അതാണ് അതിന്റെ വ്യത്യാസം. ഇതിപ്പോ പൂർത്തിയായിട്ടില്ല കേട്ടോ, കാര്യം ഇനി കുറച്ച് ഫിനിഷിങ് അങ്ങനെ വരാനുണ്ടല്ലേ. പേപ്പർ ചെയ്ത് നമ്മൾ ഫിനിഷ് ആക്കുവാണ്. ഇപ്പൊ കാണുന്ന ചെറിയ ഇത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് തോന്നാം ഇത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് പേപ്പർ പിടിക്കാനുണ്ട്, അതിന്റെ മാത്രമല്ലേ ബാക്കിയുള്ളൂ. അതെ, ജസ്റ്റ് പേപ്പർ ചെയ്ത് ഈ ജോയിന്റ് വരുന്നതെല്ലാം ഒന്ന് പേപ്പർ ചെയ്ത് ക്ലിയർ ചെയ്ത് അത് നമ്മുടെ പ്രൈമർ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഫിനിഷിംഗ് വർക്കിന്റെ സമയത്താണ് അതൊക്കെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇപ്പോൾ അകത്തെയും പുറത്തെയും മെറ്റീരിയൽ ഇതിന്റെ ഒരു സംഗതി ഞാൻ ഒരു അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഇതിന്റെ രണ്ടിന്റെ സ്ട്രെങ്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ? സ്ട്രെങ്ത് ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായി, കാരണം ഇത് വെറും ഫൈൻ പൗഡർ മാത്രമാണ്. അതെ അതെ. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ സിമെന്റ് നോക്കുന്ന സമയത്ത് നമുക്ക് സിമെന്റിന് എന്താ വരുന്നത്? സിമെന്റ് മാത്രമായിട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അല്ല, അതിനകത്ത് നമ്മൾ സാൻഡ് മിക്സ് ചെയ്യുന്നുണ്ട്. അതെ, ഇതിനകത്ത് ഒരു റോക്കിന്റെ സ്റ്റോൺ ഡസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാർബിളിന്റെ ഡസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് കുറച്ച് ചുണ്ണാമ്പ് കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിന്റെ റേറ്റ് വ്യത്യാസമുണ്ടോ സുഭാഷേട്ടാ? ഇതിന് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. എത്ര വരുന്നുണ്ട് അത്? എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ അഡീഷണൽ 60 രൂപ എക്സ്ട്രാ വരും, അഡീഷണൽ വരും. ഈ ഒരു പോർഷൻ, അതായത് നമ്മൾക്ക് ഇത് ടോട്ടലി വേണ്ട, അതാ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത് നോർമലി ഉള്ള ജിപ്സം, സാധാ ജിപ്സമാണ്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇതിനകത്ത് വേറെ മിക്സിംഗ് ഒന്നും ചെയ്യാണ്ട് നോർമലി ചെയ്യുന്നതാണ്. എക്സ്റ്റീരിയർ ഡയറക്റ്റ് വാട്ടർ ഫ്ലോ ഇല്ല, സൺഷെയ്ഡ് ഉണ്ട്. അതേസമയം ഇപ്പൊ നമ്മൾ കാണിച്ച ആ ഒരു പ്രൊജക്ഷനും ഇതും ഒക്കെ വരുമ്പോഴത്തേക്ക് അതെ, അതായത് ഫ്ലോ വരുന്ന ഭാഗം അതെ ഈ സൈഡും കേട്ടോ, ഇവിടെ ആ ഫ്ലോയിലാ വരുന്നത്. കാരണം അവിടെ ഷെയ്ഡ് ഇല്ല, നേരെ ഇട്ടിട്ട് വെള്ളം ഫ്ലോ വരുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഏതും ചെയ്യാം, എന്ത് സാധനവും ചെയ്യാം. ഇതിന് എനിക്ക് തോന്നുന്നു മറ്റേനേക്കാളും സ്ട്രെങ്ത് കൊണ്ട് ആണി അടിക്കുമ്പോഴത്തേക്കും കുറച്ച് ചതഞ്ഞല്ല കയറുക അല്ലേ? മറ്റത് ചതഞ്ഞാണ് കയറുന്നത്. ഇപ്സ് എപ്പോഴും ചതഞ്ഞ് കയറുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. റേറ്റിൽ ആ ഒരു ചെറിയ വേരിയേഷൻ ആണ് വരുന്നത്. ഇനി സുഭാഷ് ചേട്ടാ, നമ്മുടെ വീട്ടിൽ ചെയ്തൊരു പ്രൈമർ ഉണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര, അതിനുശേഷം പലരും എൻ്റെ അടുത്ത് ചോദിച്ചാണ് നമ്മുടെ വാട്ടർ പ്രൂഫ് പ്രൈമർ. അത് തന്നെയല്ലേ ഇത്? യെസ്, എനിക്കത് ഭയങ്കര വർക്കാണ്. ഇന്നും ഞാനത് പെയിന്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ആ പ്രൈമർ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഇന്റീരിയർ ഓൾറെഡി ചെയ്യാം, അത് എക്സ്റ്റീരിയർ കൊടുക്കാൻ പറ്റും. അതെ, ഇന്റീരിയർ എക്സ്റ്റീരിയറും. അതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നിങ്ങൾ മാർക്കറ്റിലുള്ള ഒരു പ്രൈമർ, ഈവൻ ഏത് ബ്രാൻഡ് ആണെങ്കിലും ശരി, ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ആണെങ്കിലും, അതെല്ലാം തന്നെ സിമെന്റേസ് ബേസ്ഡ് ആണ് പ്രൈമർ വരുന്നത്. അതെ, സിമെന്റേഷ്യസ് ആണ്. യെസ്, ഇത് സിമെന്റ് സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടിയിട്ട് കഴിഞ്ഞാലും ഈ ഒരു സർഫസ് അല്ല കിട്ടുക. ജിപ്സത്തിന് കിട്ടുന്നത് ഒരു സ്മൂത്ത്, എക്സ്ട്രീം സ്മൂത്ത് മാർബിൾ സർഫസ് ആണ് കിട്ടുക. യെസ്, അതിനകത്ത് ബോണ്ടിങ് കിട്ടില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വർഷം 2 വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, കുട്ടികളൊന്ന് നഖം കൊണ്ട് മാന്തിയപ്പോഴേക്കും ഈ നിങ്ങളുടെ മുകളിൽ പെയിന്റ് ചെയ്തത് അതാ പാള പോലെ പൊളിഞ്ഞു പോകുന്നു എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജിപ്സത്തിന്റെ കംപ്ലൈന്റ് അല്ല. ജിപ്സത്തിന് കൊടുക്കേണ്ട സപ്പോർട്ടിങ് മെറ്റീരിയൽ നിങ്ങൾ അതിന്റെ മുകളിൽ സ്വർണം കൊണ്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ബ്രാൻഡൊക്കെ ചെയ്യണമെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല. നമ്മൾ ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറമെ നല്ല സ്വർണം ഒരുക്കി തേക്കും. ഞാനൊരു നാടൻ ഭാഷയിൽ പറഞ്ഞതാണ്. പക്ഷെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. പ്രൈമർ എന്ന് പറയുന്നത് ഒരു ബോണ്ടിങ് ഏജന്റ് ആണ്. അത് ഏതെങ്കിലും ഇപ്പോൾ പുറത്ത് എമർഷൻ, ജോട്ടൻ്റെ ഒക്കെ എമർഷൻ എടുക്കും. പക്ഷേ ഉള്ളിൽ കൊടുത്തിട്ടുള്ള പ്രൈമർ ഏതെങ്കിലും ലോക്കൽ പ്രൈമർ വാങ്ങി അതിനകത്ത് അതൊരു പ്രൈമർ അല്ലേ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ റേഷ്യോനേക്കാളും കൂടുതൽ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളവും മിക്സ് ചെയ്ത് അടിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇതിൻ്റെ ഒരു നെഗറ്റീവാണ്. ഒന്ന്, ജിപ്സത്തിൻ്റെ മുകളിൽ കറക്റ്റ് ബോണ്ടിങ് ഇല്ലാത്ത മെറ്റീരിയലാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ അതിനകത്ത് വെള്ളത്തിൻ്റെ റേഷ്യോ കൂടുതലായിരിക്കും. അത് ചിലപ്പോൾ വല്ല ലോക്കൽ പ്രൈമേഴ്സും ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കമ്പൽസറി പറയുന്നില്ല, ഓപ്ഷണലാണ്. നമുക്ക് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് എ ഗുഡ് സർഫസ്. യെസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഞാനിപ്പോഴും എൻ്റെ ഇൻറ്റീരിയർ ജിപ്സം ചെയ്തതിൻ്റെ മേളിൽ കൂടെ പെയിൻറ്റ് ചെയ്തിട്ടില്ല. ഈ പ്രൈമറാണ് അന്നും ചെയ്ത് നോക്കുന്നത്. റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? അന്ന് 8 രൂപയായിരുന്നു. ഇപ്പോൾ 10 രൂപയ്ക്കാണ്. 2 രൂപ കൂടിയില്ലേ? 2 വർഷം കൊണ്ട് 2 രൂപ കൂടി. അതല്ല, അത് നമ്മുടെ ക്ലയൻസിന് വീണ്ടും എടുത്ത് പറയുന്നു, ഇത് ഈ 10 രൂപയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ജിപ്സം ചെയ്ത ക്ലയൻസിന് മാത്രമാണ്. സെപ്പറേറ്റ് അല്ലേ? എടുത്തു പറയട്ടെ. കാരണം അതിനകത്ത് നമ്മൾ 0 പ്രോഫിറ്റിൽ ചെയ്യുന്നതാണ്. മെറ്റീരിയൽ പ്ലസ് ലേബർ എന്നുള്ള ഇതിനകത്ത് നമ്മൾ 1 രൂപ പോലും അതിനകത്ത് പ്രോഫിറ്റ് ഇല്ല. നമ്മൾ പുറത്ത് ചെയ്തു കൊടുക്കുന്നത്
അത് സർവീസ് അല്ല. യെസ്. അതായത് നിങ്ങൾ ഇപ്പോൾ 45 രൂപ എത്രയായിക്കോട്ടെ 45 രൂപയ്ക്ക് ഇൻറ്റീരിയർ ജിപ്സം ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ 10 രൂപ വെച്ച് ഈ പ്രൈമർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ വൈറ്റ് പെയിൻറ്റ് അവിടെ അടിക്കേണ്ട എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനത് ആ അഡ്വാൻറ്റേജ് ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നു. അവിടെ ഒരു കാര്യം കൂടി ഇതാക്കണം. ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള അവിടെ നിങ്ങൾ വേറൊരു ആ പെയിന്റ് അടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കലിന്റെ വർക്ക്, കട്ടിങ് വർക്ക്, ഇതെല്ലതും നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിലും മുന്നേ ചെയ്തു പോവാം. എന്നെങ്കിലേ നമുക്ക് സർഫസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. അത് ഞങ്ങളുടെ ഇതൊരു പ്രൈമർ മാത്രമല്ല, അതിനകത്ത് സീലന്റ് വരുന്നുണ്ട്. ആ സീലന്റിന്റെ കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഇത് മെറ്റീരിയൽ അത്രയും ബ്രൈറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് നിങ്ങളവിടെ വെട്ടി പൊളിച്ച് അഴുക്കായി വൃത്തികേടാക്കിയിട്ട് പിന്നെ അതിനെ റിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്രൈമർ കൊടുക്കുന്ന സമയത്ത് അതിന് ആ ഒരു എമർഷൻ്റെ എഫക്റ്റ് കിട്ടുന്നില്ല. ഓക്കെ. പിന്നെ മാത്രമല്ല നാളെ ദിവസത്തെ പെയിന്റ് ചെയ്യാൻ വേറെ പ്രൈമർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് അപ്ലൈ ചെയ്താൽ മതി. അതാണ് എൻ്റെ പോയിന്റ്. എവിടെയൊക്കെ സർവീസ് ഞാൻ വെറുതെ ചോദിക്കുന്ന ഇപ്പോൾ 7 സംസ്ഥാനത്തുണ്ട്. കേരളം വിട്ടു വാന്യനായി. ഇപ്പോൾ 7 സംസ്ഥാനത്ത് കേരള, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഒഡീഷ, അടിപൊളി എല്ലായിടത്തും ഉണ്ട്. അപ്പൊ കേരളത്തിൽ എവിടെയൊക്കെയാന്നുള്ളതിന്റെ പ്രസക്തി ഇല്ല. കേരളത്തിൽ എവിടെയൊക്കെയാണെന്ന് അതൊരു ബാലിശമായ ചോദ്യം. നമ്മൾ ഇപ്പോൾ രാജസ്ഥാനിൽ തന്നെ പുതിയൊരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു ഇതാക്കിയിട്ടുണ്ട്. അത് ജിപ്സത്തിന് വേണ്ടിയിട്ടല്ല, അത് നമ്മൾ ട്രീറ്റഡ് മെറ്റീരിയൽ മിക്സിങ് കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്നാണ് ചെയ്യുന്നത്. ലൈം എന്നാ ചെയ്യുന്നത് കേട്ടോ, ഞാൻ വെയിറ്റിംഗ് ആണ്. ലൈം ഒരുപാട് പ്രൊജക്റ്റ് ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മളൊരു 400 വർഷം പഴക്കമുള്ള ഒരു മന നമ്മൾ റിനോവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ലൈമാണോ? ഫുൾ ലൈമാണ്. അതെവിടാ? അത് എൻ്റെ നാട്ടിലാണ്, കണ്ണൂരാ, തളിപ്പറമ്പ്. അതെ. എന്നാൽ പിന്നെ നമുക്ക് അതൊന്ന് പിടിക്കാം. ലൈം പലരും ചോദിക്കുന്നുണ്ട്. ലൈമിനായിട്ടും ബന്ധപ്പെടാവേ. ലൈം നമ്മൾ ഇതുവരെ അതങ്ങ് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. ഫുള്ളായിട്ട് കാണിക്കാനായിട്ടുള്ള സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, വന്നെടുക്കുന്നതായിരിക്കും. എൻ്റെ വീട് മൊത്തം ലൈമാണ്. ആണല്ലേ? ലൈവാണ്. അപ്പോൾ സുഭാഷേട്ടാ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. വീണ്ടും പറയട്ടെ, എപ്പോഴും സർവീസാണ്. എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റുക എൻ്റെ വീഡിയോസിൽ ജംപ്ലാസ്റ്റിൻ്റെ അല്ലാതൊരു പ്രോജക്റ്റ് നമ്മൾ ജിപ്സത്തിൻ്റെതായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഏകദേശം 10 വീഡിയോ ജിപ്സത്തിന് അത്രയും കണ്ടന്റ് ഉണ്ടോ എന്ന് എനിക്ക് തന്നെ പിന്നീട് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്പറിൽ വിളിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. അതിൽ ഇവിടെ അടുത്തുള്ള ഏത് വീടും നിങ്ങൾക്ക് അവർ അയച്ചു തരുന്നതാണ്. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.